ഹിന്ദി ഇമ്പോസിഷൻ തമിഴ്നാട്ടിൽ ഭയങ്കര വിഷയമാണ്. പക്ഷെ കേരളത്തിൽ അത് അത്ര വലിയ വിഷയമായിട്ട് വരുന്നില്ല. കാരണം മലയാളികൾ ആലോചിക്കുന്ന ഒരു ഭാഷ, ഒരു ദേശീയ ഭാഷ. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് എല്ലാവരും അവിടെ അറബികൾ പോലും ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ. അപ്പൊ ആ ഒരു രീതിക്ക് ഹിന്ദി ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് വരുന്ന, ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഹിന്ദി എന്നുള്ള രീതി, ഒരു പക്ഷേ ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ അറബികൾ സംസാരിക്കുക ഹിന്ദി ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിക്ക് ഇന്ത്യയിൽ നിന്നൊരു ഭാഷ ലോകോത്തര ഭാഷയെന്ന് ആ ഒരു രീതിക്ക് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് മലയാളികൾ കാണുന്നത്. എന്നാൽ മലയാളത്തോടുള്ള ഒരു സ്നേഹവും ഇതും വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ, മാതൃഭാഷയുടെ സ്നേഹം വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഒരു ദേശീയ ഭാഷയായിട്ട് ഹിന്ദി വരുന്നതിൽ മലയാളികൾക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് സന്തോഷമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ളൊരു വ്യത്യാസം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP നേരത്തെ ഉണ്ടായിരുന്ന ഒരു അൺടച്ചബിലിറ്റി ഉണ്ട് കേരളത്തിൽ. അത് ഏകദേശം മാറി. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനും ഈ പ്രാവശ്യത്തെ ഒരു പഞ്ചായത്ത് ഇലക്ഷനും ട്രിവാൻഡ്രം കോർപ്പറേഷനൊക്കെ പിടിച്ചോടുകൂടി ആ ഒരു BJP എന്നതിനെ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മലയാളികൾക്ക് ഒരുപാട് മാറിയതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അതേ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാബു ജേക്കബിനെ പോലെ 2020 പോലെ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കോൺസ്റ്റിറ്റ്യുവൻസിനെ അഡ്രസ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി, ഒരു പുതിയൊരു ബദൽ പാർട്ടി ഒരു മേജർ അലയൻസുമായിട്ട് ചേരുമ്പോൾ അതിനൊരുപാട് ഇത് ചെയ്യാനുള്ളൊരു സാധ്യതകളുണ്ട്. എത്രത്തോളം അത് പോസിബിൾ ആകും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള പ്ലാറ്റ്ഫോം അവിടെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് സാറ് പറഞ്ഞ് ഈ ഒരു ഇപ്പൊ ഉള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സംഭവങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻസിനുള്ള ഒരു സംഭവം, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിൽ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ ഒക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും മുസ്ലിം ലീഗിന്റെ സാറ് വീണ്ടും പരാമർശിച്ചു, KM ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിൽ നമ്മൾ കാണാത്ത പോകുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ നമ്മുടെ മീഡിയ, സോഷ്യൽ മീഡിയ ആണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ ആണെങ്കിലും ഇവന്റ്സിന് മാത്രമേ കവർ ചെയ്യൂ. നമ്മളത് മീഡിയ ജേർണലിസം ക്ലാസ്സിൽ നമ്മൾ തിയറി പഠിക്കുമ്പോൾ പറയാറുണ്ട്, ജേർണലിസം മീഡിയ എപ്പോഴും ഇവന്റ്സിനെയാണ് കവർ ചെയ്യുന്നത്, ആ പ്രോസസ്സിനെ കവർ ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കവർ ചെയ്ത് എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറകിലുള്ള പ്രോസസ്സ് എന്ന് ഒരിക്കലും കാണിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ കാസ പോലെയുള്ള പുതിയ സംഘടനകൾ എമർജ് ചെയ്തു വരുന്നത്? ഭയങ്കര തീവ്രമായിട്ട് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നേതാക്കൾ നേരത്തെയുള്ളതിനേക്കാളൊക്കെ അപ്പുറം PC ജോർജും ഇവരൊക്കെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയോണ്ട് കാര്യമില്ല. ആ സ്റ്റേറ്റ്മെന്റ് പുറകിൽ ഒരു പ്രോസസ്സ് നടക്കുന്നത്, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിൽ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമൈസ് ചെയ്യപ്പെടുകയാണ്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഒരു സ്പിരിച്വൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന് സ്പിരിച്വൽ ഇസ്ലാമിസ്റ്റുകൾ തന്നെ കൗണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. പക്ഷേ കാലക്രമേണ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ആധിപത്യം വരികയും അവരുടെ മീഡിയ മറ്റു സംഭവങ്ങൾ അത് വരികയും മുസ്ലിം ലീഗ് പോലും പൊളിറ്റിക്കൽ ഇസ്ലാമൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വൽക്കരണം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ നടക്കുന്നുണ്ട്, മുസ്ലിം ലീഗിൽ അതിശക്തമായി നടക്കുന്നുണ്ട്. ഈ ഒരു മാറ്റം ഗ്രൗണ്ടിൽ വളരെ വിസിബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും പെൺകുട്ടികളിലും ആണെങ്കിൽ ഒരു പ്രോസസ്സ് വളരെ ശക്തമായി നടക്കുന്നത്.